വെൽക്കം ബാക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടി വി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്യാസ് സെൻസിങ് കം അലേർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഇടയ്ക്കൊക്കെ ലീക്ക് ആവാറുണ്ട്, അല്ലെങ്കിൽ തുറന്നിടാറുണ്ട്. നമ്മുടെ ഒരു ശ്രദ്ധക്കുറവുണ്ടാവാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്ത് നമുക്കൊരു അലേർട്ട് തരുന്ന സിസ്റ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കാം. ഈ ഗ്യാസ് ഇടയ്ക്ക് ലീക്ക് ആവുന്നതും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണിത്. ഇത് ആർഡിനോ പ്രൊജക്ട്സിൻ്റെ ഇതാണ്. അപ്പോൾ സ്കൂൾ പ്രൊജക്റ്റുകൾക്കൊക്കെ നല്ലൊരു വിഷയമാണ് നിങ്ങളിത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇന്നത്തെ പ്രൊജക്റ്റ് നമ്മൾ എല്ലാം സർക്യൂട്ടും കൂടി ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു പെട്ടിയുടെ അകത്താക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന പിയേഴ്സിൻ്റെ ഒരു പെട്ടിയാണ്. നല്ലൊരു മണമൊക്കെ ഉണ്ട്, പിയേഴ്സിൻ്റെ മണമുണ്ട് പെട്ടിക്കകത്ത്. പിയേഴ്സിൻ്റെ മണം ഇഷ്ടമുള്ളവർ നേരെ പോയി കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ പെട്ടി ഒന്ന് തുറന്നെടുക്കാം. ഇതിൻ്റെ പാക്കിംഗ് ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ എല്ലാം പൊട്ടിച്ച് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മളപ്പോൾ ഇതൊരു വെള്ള പേപ്പറിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. കാരണം ഇതിൻ്റെ ഈ പുറത്തുള്ള ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ആവശ്യമില്ല, അപ്പോൾ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു വെള്ള പേപ്പർ എടുത്ത് ഒട്ടിച്ചിട്ട് പെയിൻ്റ് അടിക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ക്രിയേറ്റീവായിട്ട്. അപ്പോൾ നമ്മൾ വെള്ള പേപ്പർ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കാർഡ് ബോർഡിലേക്ക് നമ്മൾ പിയേഴ്സിൻ്റെ പെട്ടിയിലേക്ക് നമ്മൾ വെള്ള പേപ്പർ ഒട്ടിച്ചെടുത്തിട്ട് ഇത് ഇവിടെ 2 ഹോൾ ഇട്ടുണ്ട്. ഇത് നമ്മുടെ 2 സെൻസറിന്, ഇത് ഗ്യാസ് സെൻസറിനും ഇത് PIRനും വേണ്ടിയുള്ള 2 ഹോളാണ്, അതിൻ്റെ ഔട്ട് പുറത്തേക്ക് വരാൻ. പിന്നെ ഇവിടെ LED-ക്ക് വേണ്ടി 2 ഹോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ PIRൻ്റെ ഈ ഒരു ബൾബ് കണക്കിരിക്കുന്ന ഭാഗവും നമ്മുടെ ഗ്യാസ് സെൻസറിൻ്റെ ഇങ്ങനെ ഈ ഒരു ഭാഗവും നമുക്ക് പുറത്തേക്ക് വരണുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിതാ ഈ 2 ഹോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ LED-ക്ക് വേണ്ടി. അപ്പോൾ നമുക്കിനി ഇത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അത് ഫിക്സ് ചെയ്യാം. നമ്മുടെ ബോക്സിൻ്റെ പരിപാടി അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ബോക്സിൻ്റെ കട്ടിങ് കാര്യങ്ങളൊക്കെ. ഇനി നമ്മൾ നേരെ സർക്യൂട്ടിലേക്ക് പോവാണ്. അപ്പോൾ സർക്യൂട്ടിൽ മെയിനായിട്ട് വരുന്ന സെൻസറുകൾ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഈ 2 എണ്ണമാണ്. ഇത് ഗ്യാസ് സെൻസർ, ഇത് PIR. അപ്പോൾ ഈ ഗ്യാസ് സെൻസറിൻ്റെ അകത്ത് നമുക്ക് 4 പിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ 4 പിൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, മാക്സിമം കാണാൻ പറ്റുന്ന രീതിയിൽ പിടിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് 4 പിൻ. ആദ്യത്തേത് അനലോഗ്, രണ്ടാമത്തെ ഡിജിറ്റൽ ഔട്ട്പുട്ട്, മൂന്നാമത്തെ ഗ്രൗണ്ട്, നാലാമത്തെ VCC. അതായത് ഇത് പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കുന്നത്, ഇത് നമ്മുടെ നെഗറ്റീവ് കൊടുക്കുന്നത്. ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് അനലോഗ് കിട്ടും. ആദ്യത്തിൽ നിന്ന് അനലോഗ് കിട്ടും, രണ്ടാമത്തേന് ഡിജിറ്റൽ ഔട്ട്പുട്ടും കിട്ടും. അപ്പോൾ നമ്മുടെ ഈ പ്രൊജക്റ്റിൽ നമ്മൾ എടുക്കുന്നത് അനലോഗ് ഔട്ട്പുട്ടാണ്, അതായത് ഏറ്റവും ആദ്യത്തെ. അപ്പോൾ നിങ്ങൾ ഗ്യാസ് സെൻസർ വാങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ പിന്നുകൾ ഏതാണെന്ന് നോക്കുക, എന്നിട്ട് വേണം കണക്ട് ചെയ്യാൻ. എൻ്റെ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സെൻസറുകളുടെ കോൺഫിഗറേഷൻ. അപ്പോൾ നമുക്കൊരു 3 വയർ എടുക്കാം, എന്നിട്ട് ഇന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് എടുക്കുന്നത് ഒരു മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയറാണ്. അപ്പോൾ സോൾഡർ ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ സോൾഡർ ചെയ്യാൻ സാധിക്കും. ഞാനെടുക്കുന്നത് ഒരു ജമ്പർ വയറാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനലോഗ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന പിന്നിലേക്കും ഗ്രൗണ്ടിലേക്കും VCCയിലേക്കും കണക്ട് ചെയ്യുന്നു. അപ്പോൾ കണക്ഷൻ ക്ലിയർ ആയില്ല എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് വേണ്ട. ഇതിൻ്റെ മുകളിൽ തന്നെ ഞാൻ സർക്യൂട്ട് ഡയഗ്രം ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് നോക്കി ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർക്യൂട്ട് ഡയഗ്രം എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കിട്ടും. നേരെ അത് പോയി നോക്കുക, ഉണ്ടാക്കുക. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഒരു പരിപാടി കഴിഞ്ഞു. ഇനി അത് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മുടെ PIR സെൻസറാണ്, പാസീവ് ഇൻഫ്രാറെഡ് സെൻസർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 3 പിന്നെ ആകെ വരുന്നുള്ളൂ. അതായത് ഒരെണ്ണം സിഗ്നൽ, ഒരെണ്ണം ഗ്രൗണ്ട്, ഒരെണ്ണം VCC. അപ്പോൾ ഇതിൻ്റെ നടുക്കത്തെയാണ് സിഗ്നൽ, അതായത് ഡിജിറ്റൽ ഔട്ട്പുട്ട്. ഒരെണ്ണം VCC, ഒരെണ്ണം ഗ്രൗണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, അതിൻ്റെ ക്യാപ്പ് ചിലതിൻ്റെ ക്യാപ്പിൻ്റെ അകത്തായിരിക്കും ഇതിൻ്റെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോക്കി കണക്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു 3 വയർ മെയിൽ ടു ഫീമെയിൽ തന്നെ എടുക്കുകയാണ്. മെയിൽ ടു ഫീമെയിൽ എടുത്ത് ഞാൻ കണക്ട് ചെയ്യുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോൾഡർ ചെയ്യേണ്ടവർക്ക് സോൾഡർ ചെയ്യാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് വരുന്നത് നമ്മുടെ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ഭാഗമാണ്. അതായത് നമുക്ക് ഇത് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഡിഫറൻസ് ആണോ കാണിക്കേണ്ടത് അത് നമുക്ക് കിട്ടേണ്ട ഭാഗമാണ് ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് 2 LED എടുക്കുന്നു. 2 LED, 2 കളറാണ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ളയും ഇതൊരു നീല കളർ LED ആണ്. പിന്നെ നമുക്കൊരു പീസോ ബസർ വേണം. ഇതിന് ഒരു 5 രൂപയാണ് മാർക്കറ്റിൽ വില വരുന്നത്.
ഇപ്പോൾ കാണിച്ച എല്ലാ സാധനങ്ങളുടെയും ലിങ്ക് നേരെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. നേരെ പോവുക, ഓൺലൈനായിട്ട് വാങ്ങേണ്ടവർക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഷോപ്പിൽ പോയി ചോദിച്ചാലും മതി. ചില ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ്, ഈ കാണിച്ച സർക്യൂട്ടുകളും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യാനായിട്ട് ഞാനൊരു മിനി ബ്രെഡ് ബോർഡാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾഡർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡോട്ടഡ് ബോർഡിൽ സോൾഡർ ചെയ്തെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സർക്യൂട്ട് ഈ ഒരു മൊഡ്യൂളുകളും എല്ലാ ലൈറ്റും ഒക്കെ റീയൂസ് ചെയ്യേണ്ട കാരണമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ റെയിൽ മുഴുവൻ, ഈ ഒരു നിര മുഴുവൻ നമുക്ക് ഇതിൻ്റെ ഒരു വോൾട്ടേജ് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ പീസോ ബസർ എടുക്കുകയാണ്. പീസോ ബസർ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്തു. ഇനിയുള്ള നമ്മുടെ LED ആണ്. LED ഞാൻ ഇതിൻ്റെ അകത്തേക്ക് രണ്ടും ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ഔട്ട്പുട്ട് ഭാഗത്തിൻ്റെ സർക്യൂട്ടിൻ്റെ ഒരു 25% കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ വയറിങ് കാര്യങ്ങളും ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ സിഗ്നലിലേക്ക് കൊടുക്കേണ്ട വയർ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അത് ഞാൻ എടുത്തിരിക്കുന്നത് മെയിൽ ടു മെയിൽ വയറാണ്. അപ്പോൾ ബ്രെഡ് ബോർഡിൽ കൊടുക്കുമ്പോൾ മെയിൽ തന്നെ വേണം. പിന്നെ നമ്മുടെ ആർഡിനോയിലേക്കും മെയിൽ പിന്നെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി മെയിൽ ടു മെയിൽ വയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് LED കൊടുക്കാം. LED രണ്ടെണ്ണം ഞാൻ പോസിറ്റീവിലേക്ക് കൊടുക്കുകയാണ്. പോസിറ്റീവിലേക്ക് 2 വയർ കണക്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ ബസറിൻ്റെ പോസിറ്റീവിലേക്ക് വേറൊരു വയറും കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ കാണിച്ച എല്ലാ വയറിങ്ങുകളുടെ ഔട്ട്പുട്ട് ബാലൻസ് വരുന്ന ഭാഗം എല്ലാം കണക്ട് ചെയ്യേണ്ട ആർഡിനോയുടെ ഭാഗത്തേക്കാണ്. ആർഡിനോയുടെ പിന്നിലേക്കാണ് നമ്മൾ ഈ കാണുന്ന വയറുകളെല്ലാം കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത് എല്ലാം മാറ്റിയിടുക. ഇനി നമുക്ക് ഇതിൻ്റെ നെഗറ്റീവും കാര്യങ്ങളും എല്ലാം കൊടുക്കാം. നെഗറ്റീവ് കൊടുക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു വയർ എടുക്കുന്നു. ഇതെല്ലാം ഒന്ന് കോമൺ ചെയ്യുകയാണ്. നെഗറ്റീവ് എല്ലാം ഒന്ന് കോമൺ ചെയ്തിട്ട് ഒറ്റ പോർട്ടിൽ നിന്ന് എടുക്കുക, അതായിരിക്കും എളുപ്പം. അപ്പോൾ സർക്യൂട്ട് എങ്ങനെ ചെയ്യുന്നവരാണെങ്കിലും എല്ലാം ഒന്ന് കോമൺ ചെയ്തിട്ട് ഒരു നെഗറ്റീവ് എടുക്കുന്നതായിരിക്കും എപ്പോഴും എളുപ്പം. വയറിങ് കണ്ട് ആരും കൺഫ്യൂസ്ഡ് ആവണ്ട. ജസ്റ്റ് നേരെ ഒന്നെങ്കിൽ ഈ വീഡിയോയുടെ മുകളിൽ തന്നെയായിട്ട് ഇതിൻ്റെ സർക്യൂട്ട് കാണും, അത് നോക്കി ചെയ്യുക. അല്ലെങ്കിൽ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോവുക, അവിടെ ലിങ്ക് ഉണ്ട്. ഒരു സൈറ്റ് ലിങ്കോ അല്ലെങ്കിൽ ഒരു ഡ്രൈവ് ലിങ്കോ കാണും, അതിൻ്റെ അകത്ത് പോവുക. അതിൻ്റെ അകത്ത് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സർക്യൂട്ട് കിട്ടുന്നതാണ്. ജസ്റ്റ് നോക്കി ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു പോർട്ടിലേക്കാണ് നെഗറ്റീവ് എല്ലാം കോമൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇതിൻ്റെ നെഗറ്റീവ് എല്ലാം നമുക്ക് കണക്റ്റഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് നമുക്ക് നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവും ഇതിൻ്റെ അകത്തുള്ള VCCയും കൂടി നമുക്ക് ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ എളുപ്പമുണ്ടാകും സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന VCCയും ഗ്രൗണ്ടും നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ VCCയും ഗ്രൗണ്ടും കൊടുത്തു. ഈ വരുന്ന ഒരു കറുത്ത വയറാണ് നമ്മുടെ ഔട്ട്പുട്ട് ആർഡിനോയിലേക്ക് പോകേണ്ടത്. അതിങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി ഇതിൻ്റെ അകത്ത് ഇത് രണ്ടുമാണ് നമ്മുടെ VCCയും ഗ്രൗണ്ടും. അത് നേരെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെയും സർക്യൂട്ടും കാര്യങ്ങളും വയറിങ്ങും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ കാണുന്ന ഈ ഒരു വയർ, ഇത്രയും വയർ, അതായത് ഏകദേശം ഒരു 5 വയറുണ്ട്. ഈ ഒരു 5 വയർ നമ്മുടെ ആർഡിനോ ബോർഡിലേക്ക് കൊടുക്കുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ എന്താ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് സെൻസർ ഇവിടെയുണ്ട്, PIR ഇവിടെയുണ്ട്, നമ്മുടെ LED 2 ഇവിടെയുണ്ട് ഔട്ട്പുട്ട് കാണിക്കാനുള്ള, പിന്നെ പീസോ ഇലക്ട്രിക് ബസർ ഇവിടെയുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സർക്യൂട്ട്. ഇനി നമുക്ക് ആർഡിനോ ഫിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ആ കാർഡ് ബോർഡിലേക്ക് ആദ്യം ഇതൊന്ന് സെറ്റ് ചെയ്യണം. അതിനുശേഷം ഈ ആർഡിനോയിലേക്കുള്ള വയർ കുത്തുക. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഇനി നമുക്കിതൊന്ന് വച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഗ്യാസ് സെൻസർ നമുക്ക് ഫിക്സ് ചെയ്യാം. ഗ്യാസ് സെൻസർ ഞാനിവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി PIR എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ഇത്തിരി ലൂസാണ്. അപ്പോൾ നമുക്കിതൊന്ന് നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആർഡിനോ ബോർഡിലേക്കുള്ള കണക്ഷൻ. അതായത് നമ്മുടെ ഗ്യാസ് സെൻസറിൻ്റെ ഔട്ട് എന്ന് പറയുന്ന പിന്നിൽ നിന്ന് വരുന്ന A5 ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതാണ് ആ വയർ. പിന്നെ നമ്മുടെ PIRൽ നിന്ന് വരുന്ന നമ്മൾ ഡിജിറ്റൽ പിന്ന് 7 കണക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ബസറിൻ്റെ പിന്ന് ഡിജിറ്റൽ പിൻ 8,
പിന്നെ നമ്മുടെ LED-യുടെ പിന്നെ ഡിജിറ്റൽ പിന്ന് 10ഉം 11ലേക്കും, പിന്നെ പവർ നമ്മുടെ ആർഡിനോയുടെ പവറിൽ നിന്ന് എടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ആ കോഡ് അപ്ലോഡ് ചെയ്യുക, വർക്ക് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ്. പിന്നെ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കുറേ പിൻസ് എല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ LED 1 എന്ന് പറയുന്നത് നമ്മുടെ വെള്ള LED ആണ്. അത് നമ്മൾ 11ലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബസർ 8ാമത്തെ പിന്നിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്മോക്ക് A0 എന്ന് പറയുന്നത് നമ്മുടെ സ്മോക്ക് സെൻസർ ആണ്. അത് നമ്മൾ A5ലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻസർ ത്രഷോൾഡ് 85 എന്ന് പറയുന്നത് നമ്മുടെ സെൻസർ ത്രഷോൾഡ് വാല്യൂ 85 ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ സെൻസർ എന്ന് പറയുന്നത് PIR സെൻസറിൻ്റെ പിന്നാണ്. അത് നമ്മൾ 7ലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ LED 2 എന്ന് പറയുന്നത് നമ്മുടെ നീല LED ആണ്. അത് 10ലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വോയിഡ് സെറ്റപ്പ് ആണ്. പിന്നെ അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് LED ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് പിന്നാണ് കൊടുത്തിരിക്കുന്നത്. LED-യിൽ നിന്ന് ഔട്ട്പുട്ടാണ് എടുക്കുന്നത്. LED 2-ൽ നിന്നും നമ്മൾ ഔട്ട്പുട്ടാണ് എടുക്കുന്നത്. ബസറിൽ നിന്ന് ഔട്ട്പുട്ടാണ് എടുക്കുന്നത്. സ്മോക്ക് A0 എന്ന് പറയുന്നത് സ്മോക്ക് സെൻസറിൻ്റെ പിൻ, അതിൽ നിന്ന് നമ്മൾ ഇൻപുട്ടാണ് എടുക്കുന്നത്. പിന്നെ സെൻസർ എന്ന് പറയുന്നത് PIR-ൻ്റെ ആ പിന്നിൽ നിന്ന് നമ്മൾ ഇൻപുട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇനിയുള്ളത് ഡിജിറ്റൽ റൈറ്റ് സെൻസർ ലോ എന്ന് പറഞ്ഞ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ PIR സെൻസർ ഇത് ഓണാക്കി കഴിയുമ്പോൾ തന്നെ ലോ സ്റ്റേറ്റിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് വോയിഡ് ലൂപ്പാണ്. അപ്പോൾ ഈ ലൂപ്പിലാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരിക. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന അനലോഗ് സെൻസർ ഇസ് ഈക്വൽ ടു അനലോഗ് റീഡ് സ്മോക്ക് A0 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അതായത് അനലോഗ് റീഡ് ഈ സ്മോക്ക് സെൻസർ A0 എന്ന് പറയുന്ന പിന്നിലെ വാല്യൂ റീഡ് ചെയ്തിട്ട് അനലോഗ് സെൻസർ എന്ന് പറയുന്ന ഒരു സ്റ്റോറേജിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ആ ഒരു ഫംഗ്ഷനാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് അനലോഗ് സെൻസറിൻ്റെ വാല്യൂ സെൻസർ ത്രഷോൾഡിനേക്കാളും കൂടുതലാണെങ്കിൽ അനലോഗ് സെൻസർ ഗ്രേറ്റർ ദാൻ സെൻസർ ത്രഷോൾഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ റൈറ്റ് LED 1 ഹൈ, ഡിജിറ്റൽ റൈറ്റ് LED 2 ലോ, ടൂൺ ബസർ 100. അതായത് ഈ ഡിജിറ്റൽ LED 1 എന്ന് പറയുന്നത് ഹൈ ആവും, LED 2 ലോ ആവും. അതായത് LED 1 തെളിയും, LED 2 കെട്ടിരിക്കും. ബസർ 100 എന്ന് പറയുന്ന ഒരു വാല്യൂവിൽ അടിച്ചുകൊണ്ടിരിക്കും, അത് ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസ് സെൻസറിൽ നമ്മളൊരു വാല്യൂ റീഡ് ചെയ്തു. ആ ഒരു വാല്യൂ ഗ്യാസ് കാരണം നമുക്ക് സെൻസർ ത്രഷോൾഡായ 85-നേക്കാളും കൂടുതലാണ്. ആ കൂടുതലായത് കാരണം നമ്മുടെ LED 1 തെളിഞ്ഞു. അപ്പോഴും PIR ഓഫാണ്. അതുകൊണ്ട് തന്നെ LED 2 ലോ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുന്നു. ബസർ ഒരു സ്പെസിഫിക് ടൂണിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അതിൻ്റെ അകത്ത് തന്നെയുള്ള വേറൊരു കണ്ടീഷനാണിത്. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ റീഡ് സെൻസർ ഹൈ ആണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ നമ്മുടെ PIR സെൻസറിൻ്റെ വാല്യൂ ഹൈ ആവുന്ന ഒരു കണ്ടീഷൻ വരുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ്റെ അകത്താണ് നമ്മുടെ ഈ PIR സെൻസറിൻ്റെ കണ്ടീഷൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ LED 1 ഹൈ ആയിട്ടിരിക്കണം. അതായത് നമ്മുടെ ഗ്യാസ് സെൻസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് LED 1 ഹൈ. പിന്നെ LED 2 ഹൈ, അതായത് PIR-ൻ്റെ അകത്ത് ഹൈ വാല്യൂ സെൻസ് ചെയ്തു, അത് തന്നെ LED 2 ഹൈ. പിന്നെ ബസറിൻ്റെ ടൂൺ 500ലേക്ക് മാറി. ഇവിടെ 100 ആയിരുന്നത് 500ലേക്ക് മാറി. അപ്പോൾ മനുഷ്യരുണ്ടെന്നുള്ള ഒരു ഇത് കാണിക്കാൻ ബസറിൻ്റെ ടൂണും ഒന്ന് നമ്മൾ മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ പിന്നെ വരുന്ന എൽസ് കണ്ടീഷനാണ്. അതായത് നമ്മുടെ ഗ്യാസ് സെൻസറിൽ വാല്യൂ ഒന്നും റീഡ് ചെയ്യുന്നില്ലാത്തൊരു കണ്ടീഷൻ. അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ നമ്മുടെ LED 2 ഓഫാണ്, ബസറും ഓഫാണ്. ഇത്രയാണ് നമ്മുടെ കണ്ടീഷൻ വരുന്നത്. ഇനി ഈ ആർഡിനോ യൂനോ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ കോഡെല്ലാം കഴിഞ്ഞ് പേസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വെരിഫൈ ചെയ്യുക, ഈ ടിക്ക് മാർക്ക് അത് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഡൺ കമ്പൈൽ എന്ന് പറഞ്ഞു വരും. ഇനി ഇത് വന്നില്ലെങ്കിൽ ഇവിടെ ഒരു എറർ മെസ്സേജ് കാണും. ആ എറർ മെസ്സേജ് എന്താണെന്ന് നോക്കിയിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് തിരുത്തുക. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇത് അപ്ലോഡ് ഞെക്കുക. അപ്ലോഡ് ഞെക്കുമ്പോൾ ഡൺ അപ്ലോഡ് എന്ന് പറഞ്ഞു വരും. ഞാനിപ്പോൾ ആർഡിനോ കുത്തിയിട്ടില്ല, അത് കാരണം
അപ്ലോഡ് പ്രോബ്ലം എന്ന് പറഞ്ഞു വരും. അപ്പോൾ ആർഡിനോ കുത്തിയതിന് ശേഷം അപ്ലോഡ് നിൽക്കുക. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഇതാണ് നമ്മുടെ ബോക്സ്. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഫിനിഷിങ് വർക്കും കഴിഞ്ഞിട്ടുള്ള സാധനമാണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം, വർക്കിംഗ് ഒന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് സർക്യൂട്ട് ഓൺ ആകുമ്പോഴും ഓഫ് ആകുമ്പോഴും ഉള്ള ആ ഒരു സൗണ്ട് ഡിഫറൻസും കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ സ്പീക്കർ അകത്തായിപ്പോയി, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ സ്പീക്കർ നിങ്ങൾ പുറത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 2 LED ഓണാണ്, അപ്പോൾ ഉള്ള ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ ഒരു LED ഓഫായി, അപ്പോൾ ഉള്ള ശബ്ദം നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. ഇപ്പോൾ ഗ്യാസ് ഒന്നുമില്ല, സർക്യൂട്ട് കംപ്ലീറ്റ് ഓഫായി, സൗണ്ടും ഇല്ല, LED കത്തുന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാസ് സെൻസർ സർക്യൂട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ അജിത് വീനൽ സൈനിങ് ഔട്ട്.